കല്യാണ പല്ലക്ക്. എന്താ ഗായു, നീ ഒന്ന് തെളിച്ചു പറ. വിറയ്ക്കുന്ന സ്വരത്തോടെ ബാല ചോദിച്ചു. ചേച്ചി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഒപ്പം പോയി ഒരു എഴുത്തെഴുതി വെച്ചു. ഇപ്പോൾ അത് കണ്ടിട്ട് അച്ഛന് നെഞ്ചുവേദനയായി. അയ്യോ വല്ലിച്ച. ബാല മുന്നേ ഓടി. കുഴിഞ്ഞുപോയ ഗായത്രിയും താങ്ങിക്കൊണ്ട് നിധി അവൾക്ക് പിന്നാലെയും. കയ്യിലിരുന്ന ഫോണിൽ ഷാജി ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്. രണ്ടു വീട്ടിലും വണ്ടിയില്ലാത്തതുകൊണ്ട് തന്നെ ആ സമയം അവർ ഒരുപാട് ബുദ്ധിമുട്ടി. ഷാജിയുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ പ്രകാരം ഒരു ടാക്സി ഡ്രൈവർ പെട്ടെന്ന് തന്നെ കാറുമായി വീട്ടിലേക്ക് വന്നു. കരച്ചിലൂടെ ശ്യാമള മാഷിൻ്റെ നെഞ്ചു തടവാനും അയാളെ ആശ്വസിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ വേണുമാഷേക്കാൾ ഏറെ തകർന്നുപോയത് ശ്യാമളയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മാഷിൻ്റെ ഈ അവസ്ഥയിൽ താനെങ്കിലും ഒപ്പം ഉണ്ടാകണമെന്ന നിശ്ചയദാർഢ്യമാണ് അവരെക്കൊണ്ട് യാന്ത്രികമായിട്ടാണെങ്കിലും ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഗായു, നീ ഇവിടെ നിൽക്ക്. ഞങ്ങൾ അച്ഛനെയും കൊണ്ട് ആശുപത്രി പോയിട്ട് വേഗം വരാം. സ്വബോധം നഷ്ടപ്പെട്ട പോലെ നിൽക്കുന്ന ഗായത്രിയെ നോക്കി ശ്യാമള പറഞ്ഞപ്പോൾ അവൾ വിലങ്ങനെ തലയാട്ടി. പറ്റില്ല, എനിക്കും വരണം. അച്ഛൻ ആശുപത്രിയിലായിരിക്കുമ്പോൾ എനിക്കവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. പ്ലീസ് അമ്മേ, ഞാനൂടി വന്നോട്ടെ. അവളെ വിലക്കാൻ ശ്യാമളയ്ക്ക് കഴിഞ്ഞില്ല ആ നിമിഷം. അച്ഛൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണ്. മാഷക്കൊരു ജലദോഷം വന്നാൽ പോലും ആകുലതയോടെ അച്ഛൻ്റെ അടുത്തു നിന്നും മാറാത്ത കുട്ടിയാണ്. ശ്യാമളെ ഓർത്തു. ആ വലിയ കാറിൽ അവരെല്ലാവരും ചേർന്ന് വേണുമാഷെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചെന്ന പാടെ തന്നെ മാഷെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ജയന്തിയുടെ തോളിൽ പാതി ബോധത്തിൽ കിടക്കുവാണ് ശ്യാമള. ഷാജിയാണെങ്കിൽ ആശുപത്രിയിലെ ഓരോരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുകയാണ്. ഐസുവിൻ്റെ ഡോറിന് മുമ്പിൽ നിന്ന് അനങ്ങാൻ പോലും കൂട്ടാക്കാതെ വാശിയോടെ അവിടെ തന്നെ നിൽക്കുകയാണ് ഗായത്രി. നിധിയും ബാലയും ഒരുപാട് പ്രാവശ്യം അവളെ കസേരയെ കൊണ്ടുവന്ന് നിർത്താൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും വഴങ്ങാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ വാശിയോടെ തുടച്ചു മാറ്റിക്കൊണ്ട് ഗായത്രി അവിടെ ചുവടുറപ്പിച്ചു നിന്നു. ഗായു, പറയുന്ന കേൾക്കുമോളെ, നീ വന്ന കസേരയിലിരിക്കുക. എത്ര നേരമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും? വല്ലിച്ചനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഇല്ല നിധി, ഡോക്ടർ അങ്ങനൊന്നും പറഞ്ഞില്ല. നീ കള്ളം പറയൂല്ലേ എന്നോട്? ഞാൻ കണ്ടതാ. എൻ്റെ അച്ഛൻ നെഞ്ചു വേദനിച്ചിട്ട് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ. പാവം എൻ്റെ അച്ഛൻ. എന്നാലും ചേച്ചിക്ക് എങ്ങനെയാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയേ? ഇടറി പൊലിഞ്ഞുപോയ വാക്കുകൾ എങ്ങനെയൊക്കെയോ കൂട്ടിപ്പറയാൻ ശ്രമിച്ചു ഗായത്രി. പക്ഷെ അവൾ ഓരോ വാക്കുകൾ പറയുന്നതോടൊപ്പം കൂടുതൽ നിസ്സഹായമായിപ്പോയി. ഗായു പറയുന്നൊന്ന് കേൾക്ക്. നീ വാ, ഇവിടെ വന്നിരിക്കുക. ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കുക. ഇങ്ങനെ കരയല്ലേ മോളെ? നിനക്ക് കൂടി വയ്യാതായാലോ? വലച്ചം ഭേദമായി വരുമ്പോൾ നീ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണോ? അതിനാണോ നീ ഇങ്ങനെ കരയുന്നത്? ബാല സ്വല്പം കടുപ്പിച്ച് ചോദിച്ചപ്പോൾ ഗായത്രി നിവൃത്തിയില്ലാതെ ഐസിന് മുമ്പിലായി വിസിറ്റേഴ്സിന് ഇരിക്കാനിട്ടിരുന്ന കസേരകൾക്കൊന്നിലിരുന്നു. അപ്പോഴേക്കും ഐസിയുവിൻ്റെ ചില്ലുവാതിൽ തുറന്ന് ഒരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. നന്നേ പ്രായമുള്ള ഡോക്ടറാണ്. നിധിയുടെയും ബാലയുടെയും പിടിവിട്ടുകൊണ്ട് ഗായത്രി ധൃതിയിൽ ഡോക്ടർക്ക് അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, എൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛന് ഭേദമായോ? ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കതയോടെ അവൾ ചോദിച്ചതും ഡോക്ടർ മെല്ലെ അവളുടെ തലയിലൊന്ന് തലോടി. പിന്നെ അവൾക്കൊപ്പം വന്നവരെയെല്ലാം നോക്കിയതോടെ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. കുട്ടി പേടിക്കണ്ട, അച്ഛനൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് മാറ്റാൻ കേട്ടോ. വളരെ ഭവ്യതയോടെ ഡോക്ടർ അത് പറഞ്ഞതും നേരിയ ആശ്വാസത്തോടെ ശ്യാമളയും മറ്റുള്ളവരെയും നോക്കി ഗായത്രി. പിന്നെ ഡോക്ടർ ഷാജിയെ വിളിച്ച് ക്യാബിലേക്ക് കൊണ്ടുപോയി. ഷാജിക്കൊപ്പം ഡോക്ടറുടെ ക്യാബിലേക്ക് പോകാൻ ഗായത്രി നിർബന്ധം പിടിച്ചെങ്കിലും നിധിയും ബാലയും അവളെ വിടാതെ സീറ്റിൽ തന്നെ ഇരുത്തി. ഒരുപക്ഷെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അവളെ കൂടുതൽ തളർത്തിക്കളഞ്ഞാലോ എന്ന ചിന്തയിലാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. ഇവിടെ ഇരിക്കുക ഗായു. നീ എന്താ ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ? വല്യമ്മയ്ക്ക് കൂടി ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേ? സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഗായത്രി അമ്മയെക്കുറിച്ച് ആലോചിക്കുന്ന പോലും. അത്രയും നേരം അവളുടെ മനസ്സിൽ വേരുറച്ചു പോയത് അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളാണ്. വിയർത്തൊലിച്ച് നെഞ്ചി തടവി വെള്ളം പോലും കുടിക്കാനാവാതെ കസേരയിലേക്ക് തളർന്നിരുന്ന അച്ഛൻ്റെ മുഖം മനസ്സിൽ നിന്നും മായാത്തുകൊണ്ട് തന്നെ പിന്നീട് മുന്നിൽ കണ്ട ഒരു കാഴ്ചകളും അവളുടെ കണ്ണിൽ പതിഞ്ഞില്ല. ബാലയുടെ വാക്കുകൾ കേട്ടതും ഗായത്രി ശ്യാമളയ്ക്കടുത്തേക്ക് ചെന്നു. ഗായത്രിയുടെ തോളിൽ കുഴഞ്ഞിരുന്ന ശ്യാമളയെ വിളിച്ചുണർത്താൻ ഗായത്രിക്ക് വല്ലാത്ത ഭയം തോന്നി. ഇതിനു മുമ്പ് പല കുരുത്തക്കേടുകളും കാണിച്ചിട്ട്
അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി ഭയം. അമ്മേ, തൊണ്ടയിൽ എന്തോ വന്ന് തടഞ്ഞ പോലെ ആ രണ്ടക്ഷരങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ വല്ലാതെ തത്രപ്പെട്ട് ഗായത്രി. ജയന്തിയുടെ മോൾ തോളിൽ മുഖം പൂഴ്ത്തിയ ശ്യാമള നിമി നേരം കൊണ്ട് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഗായത്രിയെ ഇറുക്കി പുണർന്നുകൊണ്ട് ആർത്താർത്ത് കരഞ്ഞു. അവൾ നമ്മളെ ചതിച്ചല്ലോ മോളെ. അവൾക്കൊരിഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നടത്തി കൊടുക്കില്ലായിരുന്നോ? 100 വട്ടം നമ്മൾ അവളോട് ചോദിച്ചില്ലേ ആരോടെങ്കിലും പ്രണയമുണ്ടോയെന്ന്? അപ്പോഴെങ്കിലും അവൾക്ക് ഇത് പറയാൻ പാടില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ മാഷിക്ക് ഗതി വരുമായിരുന്നു. ശ്യാമള പദം പറഞ്ഞ് കരഞ്ഞു. എന്താ ശ്യാമളെ ചെയ്ത്? ചേച്ചി കൂടി കരഞ്ഞ് ഇനി അവളെ വിഷമിപ്പിക്കുമല്ലേ? ജയന്തിയുടെ വാക്കുകൾ കേട്ടത് ശ്യാമള മനസ്സിനെ അല്പം ഒന്ന് കൺട്രോൾ ചെയ്തു. വിഷമം ഉള്ളിലടക്കി പിടിച്ച് ഗായത്രിയെ മാറോടനച്ച് അവരവളുടെ മുടിയിഴകളിൽ തലോടി. ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയ ഷാജി മടങ്ങി വരുന്ന കാത്ത് ശ്യാമളയിരുന്നു. അതേസമയം ക്യാബിനിൽ ഡോക്ടറിൻ്റെ മുൻപിൽ അക്ഷമയോടെ ഡോക്ടറിനി എന്താകും പറയാൻ പോകുന്നത് എന്ന ചങ്കിടിപ്പോടെ ഇരിക്കുവാണ് ഷാജി. നിങ്ങൾ വേണുവിൻ്റെ? ഡോക്ടർ ബാക്കി അറിയാനുള്ള ചോദ്യഭാവത്തിൽ ഷാജിയെ നോക്കി. ഞാൻ അനിയനാണ് ഡോക്ടർ. ഓക്കെ. ആൾക്ക് എന്തെങ്കിലും വയ്യായികകളുള്ള കൂട്ടത്തിലായിരുന്നോ? ഐ മീൻ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന ആളായിരുന്നോ? ഏട്ടന് ഹൈ BP ആയിരുന്നു. BP ടാബ്ലറ്റ് കഴിക്കാറുണ്ട് രാവിലെയും വൈകിട്ടും. ഓക്കെ. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ എന്താ കാരണം? എന്തെങ്കിലും ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കേട്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ പാടില്ലാത്ത തരത്തിൽ കാണുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? വേണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ ഗായത്രി കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് ഷാജി അറിഞ്ഞ കാര്യങ്ങൾ അതേപടി ഡോക്ടറോട് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതറിഞ്ഞതിൻ്റെ ഒരു ഷോക്കാണ്. പെട്ടെന്നാണ് BP കൂടിയത്. പിന്നെ ഒരു മൈനർ അറ്റാക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ വയ്യാതെ വാപൊത്തിയിരുന്നു ഷാജി. ഡോക്ടർ? ഷാജി ബാക്കി പറയാൻ ചോദിക്കാനാവാതെ സ്റ്റക്കായിരുന്നു. ഏയ്, നിങ്ങൾ പേടിക്കാനും ടെൻഷനാകാനും വേണ്ടിയല്ല. അപകടനിലയൊക്കെ തരണം ചെയ്തു. പിന്നെ 2 ദിവസം എന്തായാലും ഒബ്സർവേഷന് കിടത്തിയേ പറ്റൂ. അതുകൊണ്ട് 2 ദിവസം കൂടി ICUവിൽ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ ഡോക്ടർ. ആ ഷാജി, പിന്നൊരു കാര്യം. ICUവിൻ്റെ മുമ്പിൽ ഇങ്ങനെ എല്ലാവരും കൂടിയിരിക്കണമെന്നില്ല. ഇനിയിപ്പോൾ ഒരാളോ മറ്റോ നിന്നാൽ മതി. ബാക്കിയുള്ളവർ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവരും മെൻ്റലി ഒട്ടും ഓക്കെ അല്ലല്ലോ. ശ്യാമളയും ഗായത്രിയും ഉദ്ദേശിച്ചാണ് ഡോക്ടർ അത് പറഞ്ഞതെന്ന് ഷാജിക്ക് മനസ്സിലായി. ഓക്കെ ഡോക്ടർ, ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അതാണ് റൈറ്റ് ഡിസിഷൻ. ഡോക്ടർ ചെറു ചിരിയോടെ അത് പറഞ്ഞതും ഷാജി തല കുലുക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. വിവാഹത്തിന് 2 നാൾ തികച്ചില്ലാത്തതുകൊണ്ട് വീടിന് മുറ്റത്ത് റിസപ്ഷനായി പന്തലൊരുക്കിക്കൊണ്ടിരിക്കുന്ന പന്തൽ പണിക്കാർക്കൊപ്പം അവരുടെ സഹായിക്കുവാനായി നിൽക്കുവാണ് മഹേഷ്. ഒരു കാവിക്കൈലിയും വെള്ള ബനിയനുമാണ് അവൻ്റെ വേഷം. തോർത്തുകൊണ്ടൊരു തലയിക്കെട്ടുമുണ്ട്. അപ്പോഴാണ് അവനൊരു ഫോൺ കോൾ വന്നത്. ഫോൺ അകത്തായിരുന്നുകൊണ്ട് തന്നെ അവൻ്റെ ഫോണ് പെങ്ങൾ മഹിമയാണ് എടുത്തുകൊണ്ട് വന്നത്. മഹേഷേ, താൻ നിൻ്റെ ഫോൺ അടിക്കുന്നു. ഫോൺ മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് മഹിമ തിരികെ അകത്തേക്ക് പോയി. മഹേഷിൻ്റെ പരിചയത്തിലുള്ള ടാക്സി ഡ്രൈവറാണ് വിളിച്ചത്. ആ പറയടാ, എന്താ കാര്യം? മഹേഷ് അയാളോട് ചോദിച്ചു. എടാ മഹേഷേ, നീ വേണുമാഷിൻ്റെ മോളെയല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നേ? അതെ, എന്താടാ കാര്യം? എടാ, എനിക്കിന്ന് അങ്ങോട്ടൊരു ഓട്ടം വന്നായിരുന്നു വൈകിട്ട്. മാഷിന് നെഞ്ചുവേദന. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഓട്ടം വിളിച്ചതാ. മാഷിന് നെഞ്ചുവേദനയോ? എന്നിട്ട് ഏത് ആശുപത്രിയിലേക്കാണ് നീ കൊണ്ടുപോയി? ബാക്കി കേൾക്കാൻ നിൽക്കാണ്ട് മഹേഷ് ചോദിച്ചത് അതായിരുന്നു. എടാ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. വണ്ടിയിലിരുന്നവർ മാഷിൻ്റെ മൂത്ത പെങ്കൊച്ച് ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറയുന്ന കേട്ടു. മറുപുറത്തു നിന്ന് കേട്ട വാർത്തയിൽ തിരിച്ചൊരു അക്ഷരം മിണ്ടാനാവാതെ തരിച്ചു നിന്നുപോയി മഹേഷ്. എടാ, നീ കേട്ടത് സത്യം തന്നെയാണോ? നീ എന്തൊക്കെയാ പറയുന്നേ? അതേടാ മഹേഷേ, അവർ പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. നീ എന്തായാലും അവിടെ വരെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്ക്. ആ ശരിയടാ. കോൾ കട്ടായി. തൽക്കാലം കേട്ട വാർത്ത സത്യമോ കള്ളമോ എന്ന് ഉറപ്പിക്കാനാവാത്തതുകൊണ്ട് തന്നെ വീട്ടിലുള്ള മറ്റാരോടും ഒന്നും പറയാതെ മഹേഷ് നേരെ മുറിയിലേക്ക് പോയി. ഒരു ഷർട്ട് ധരിച്ച് കാവി കൈലി മാറ്റി പകരം ഒരു മുണ്ടെടുത്തുകൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായി. കാറിൽ കയറിയവൻ
എങ്ങോട്ടോ പോകാൻ തയ്യാറായിരിക്കുന്ന കണ്ട് മഹിമ ഉമ്മറത്തേക്ക് ഓടി വന്നു. എടാ, നീ ഇതെവിടേക്കാ ഇപ്പോൾ? ചേച്ചി, ഞാനൊന്ന് പുറത്തു പോയിട്ട് പെട്ടെന്ന് വരാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ്റെ കാർ ഗേറ്റ് കടന്നു പോയി. സിറ്റി ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ ചെന്ന് വേണുമാഷിൻ്റെ പേര് പറഞ്ഞതും അവർ പറഞ്ഞത് പേഷ്യൻ്റ് ഐ സി യുവിലാണെന്നാണ്. മാഷ് ഐ സി യുവിലാണെന്ന് അറിഞ്ഞതോടെ മഹേഷിനും വല്ലാത്തൊരു വെപ്രാളം. അവൻ പെട്ടെന്ന് തന്നെ ഐ സി യു ലക്ഷ്യമാക്കി നടന്നു. അങ്ങ് ദൂരത്തു നിന്നേ വരുമ്പോൾ മഹേഷ് കാണുന്നത് ശ്യാമളയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ഗായത്രിയെയും അവരുടെ ബന്ധുക്കളെയുമാണ്. പെട്ടെന്ന് മഹേഷിനെ അടുത്ത് കണ്ടതും ശ്യാമള ഗായത്രിയെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി നിധിയുടെ തോളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പതിയെ കരഞ്ഞു. ഗായു കരഞ്ഞ് തളർന്ന് മയങ്ങിപ്പോയിരുന്നു ആ നേരം. എന്താമേ, എന്താ മാഷ്ക്ക് പറ്റിയേ? വല്ലാത്തൊരു ഇടർച്ചയോടെ ശ്യാമളയുടെ കരഞ്ഞു വീർത്ത മുഖത്തേക്ക് നോക്കി മഹേഷ് ചോദിച്ചു. അതേസമയം മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല ശ്യാമളയ്ക്ക്. അവർ മുഖം കുനിച്ചു പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിന്നു. മഹേഷ് അവരെ ചേർത്ത് പിടിച്ച് തൊട്ടടുത്ത് കണ്ട കസേരയിലേക്ക് ഇരുത്തി. അവരുടെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല അവൻ. അവൻ്റെ കണ്ണുകൾ ഇരുന്ന ഓരോ മുഖങ്ങളിലൂടെയും തെന്നി നീങ്ങി ഒടുവിൽ വന്നെത്തി നിന്നത് ഗായത്രിയിലേക്കാണ്. നല്ല ചുറുചുറുക്കും കുസൃതിയും കുറുമ്പും മാത്രം നിറഞ്ഞു നിന്ന അവളുടെ മുഖത്ത് നിസ്സഹായതയും വിഷമവും തെളിഞ്ഞു കാണിക്കെ അവന് വല്ലാത്തൊരു ഹൃദയവേദന തോന്നി. എന്തുകൊണ്ടോ ആ നിമിഷം അവളെ നെഞ്ചിലേക്ക് ചേർത്തണച്ച് ആശ്വസിപ്പിക്കാൻ തോന്നിപ്പോയി മഹേഷിന്. കസേരയിൽ ഇരുന്നു കൊണ്ട് കൈവെള്ളയിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്ന ഗായത്രി ഇടയ്ക്ക് എപ്പോഴുമാണ് തൊട്ടടുത്തിരുന്ന മഹേഷിനെ കണ്ടത്. അത്ര നേരവും മഹേഷ് വന്നതുപോലും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു വേള അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ വല്ലാത്തൊരു മാനസിക വേദനയോടെ ഗായത്രി മുഖം കുനിച്ചു കളഞ്ഞു. തുടരും.